അപ്പം നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ച ഏറ്റവും വലിയൊരു ദുഃഖം നിങ്ങൾ ഓർത്ത് നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ അതിനേക്കാൾ വലിയ ദുഃഖം അനുഭവിച്ച ജീവിതത്തിൻ്റെ പേരായിരുന്നു ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ എന്തെങ്കിലും നിങ്ങളെ തള്ളി പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളെ വിശ്വസ്തനായി നിങ്ങളെ കണ്ടിരുന്ന മനുഷ്യരാരെങ്കിലും കള്ളനെന്ന് വിളിച്ച് നിങ്ങളുടെ നേരെ കാർക്കിച്ചു തുപ്പാൻ ഒരുങ്ങിയിട്ടുണ്ടോ? പ്രവാചകരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരാദർശം സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ സ്വന്തം നാട് ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ടോ? നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുണ്ടോ? പ്രവാചകരെ പുറത്താക്കിയിട്ടുണ്ട്. പ്രിയപ്പെട്ട ജീവിതത്തിൽ പ്രണയം എന്താണ്, സ്നേഹം എന്താണ്, ഒരു പെണ്ണിൻ്റെ കരുതലും കരുണയും എന്താണ് എന്നൊക്കെ കാണിച്ചു കൊടുത്ത ഏറ്റവും പ്രിയപ്പെട്ടവളായ സ്വന്തം ഇണ കൈകളിൽ കിടന്നിങ്ങനെ മരിച്ചു പോകുന്നത് കാണേണ്ടി വന്നൊരു ഭർത്താവാണോ നിങ്ങൾ? പ്രവാചകനതായിരുന്നു. വാപ്പയെ കണ്ടിട്ടില്ലാത്തൊരു കുട്ടിയാണോ നിങ്ങൾ? പ്രവാചകനതായിരുന്നു. കൺമുന്നിൽ വെച്ച് ഉമ്മ ഇങ്ങനെ പെടഞ്ഞു വീണ് മരിക്കുന്നത് കാണേണ്ടി വന്ന ശൈശവപ്രായക്കാരനാണോ, ശിശുവാണോ നിങ്ങൾ? പ്രവാചകനതായിരുന്നു. കൗമാരം എന്ന് പറയാനായിട്ടില്ല, ശൈശവം തന്നെയാണ്. ആറ്റുനോറ്റ് കിട്ടിയ തണലായിരുന്ന ഒരു പിതാമഹൻ നഷ്ടപ്പെട്ടു പോകുന്നത് കാണേണ്ടി വന്ന പേരക്കുട്ടിയാണോ നിങ്ങൾ? പ്രവാചകനതായിരുന്നു. കാത്തിരുന്ന് കിട്ടിയ ആൺകുഞ്ഞ് സ്വന്തം കൈകളിൽ കിടന്നിങ്ങനെ പിടഞ്ഞ് മരിച്ചു പോകുന്നത് കാണേണ്ടി വന്ന ഒരു പിതാവാണോ നിങ്ങൾ? എന്ന പ്രവാചകനതായിരുന്നു. ഇതാണ് ദുഃഖങ്ങൾ. ഒരു മനുഷ്യന്, സാധാരണ മനുഷ്യരായ നമ്മൾ അനുഭവിച്ച ഏറ്റവും വലിയൊരു ദുഃഖത്തെക്കുറിച്ച് നമ്മൾ ഓർത്തെടുത്താൽ അതിനേക്കാളും വലിയ ദുഃഖം അനുഭവിച്ച ജീവിതമായിരുന്നു. ഈ ദുഃഖം എന്താണ് എന്ന് മനസ്സിലായ ആളുകൾക്ക് മറ്റുള്ളവരുടെ ദുഃഖം മനസ്സിലാവുള്ളൂ. അങ്ങനെയുണ്ട്. അപ്പം നമ്മൾ ഒരാളോട് നമ്മുടെ ഒരു ദുഃഖം പറയുമ്പോഴേ അയാൾക്കത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ അതിന് സമാനമായ അനുഭവങ്ങളിലൂടെ അയാൾ കടന്നു പോകണം. ഇല്ലെങ്കിൽ അയാൾക്ക് വെറും ഒരു കഥ മാത്രമേ ഇരിക്കും. അത് ഉമ്മ മരിച്ചതിൻ്റെ ദുഃഖം പല ആളുകളും എഴുതുകയും പറയുകയൊക്കെ ചെയ്തത് ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷെ ആ ദുഃഖം എന്താണ് എന്ന് മനസ്സിലായത് 2013 ഓഗസ്റ്റ് മാസം 28-ാം തീയതി. അപ്പോൾ മനസ്സിലായി ഉമ്മ പോകുക എന്ന് പറഞ്ഞാൽ എന്താണ്. ഇതാണ് ബാപ്പ മരിച്ചതിൻ്റെ ദുഃഖം പല ആളുകളും എഴുതിയതും പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. പക്ഷെ ആ ദുഃഖം എന്താണ് ആ ശൂന്യത എന്ന് എൻ്റെ ജീവിതത്തിൽ മനസ്സിലായത് 2015 ജൂൺ 12-നാണ്. നിങ്ങളുടെയൊക്കെ ജീവിതത്തിലില്ലേ ഇങ്ങനെ കുറച്ച് തീയതികൾ അല്ലേ? നമുക്ക് നമ്മളെ മനസ്സിലായ തീയതികളായിരുന്നു അതായിരുന്നു. അപ്പോൾ ഈ ദുഃഖത്തിൻ്റെ കാര്യം അതാണ്. ഒരാൾക്ക് മറ്റൊരാളുടെ ദുഃഖം മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ അതിന് സമാനമായ അനുഭവങ്ങളിലൂടെ അയാൾ കടന്നു പോകണം. അല്ലെങ്കിൽ അയാൾക്കത് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് പ്രവാചക തിരുമേനിക്ക് എല്ലാ മനുഷ്യന്മാരെയും സ്നേഹിക്കാൻ പറ്റുന്നത്, ശത്രുവിനോട് പോലും പുഞ്ചിരിക്കാൻ പറ്റുന്നത്, മനുഷ്യനെ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ കഴിയുന്നത്, ഉപജാപസംഘങ്ങളില്ലാതെ നടക്കാൻ കഴിയുന്നത്. ഒരു മനുഷ്യനെക്കുറിച്ചും എന്നോടും മുൻകൂട്ടി പറയരുത് എന്നാണ് പ്രവാചകർ പറയുക. ഒരാളെ കാണാനൊക്കെ പോകുമ്പോഴേ അദ്ദേഹത്തെക്കുറിച്ചൊരു മുൻധാരണ എനിക്ക് തരരുത് എന്ന്. എനിക്ക് അങ്ങനെ ആളുകളെ കാണുന്നത് ഇഷ്ടമല്ല. തുറന്ന മനസ്സോടുകൂടി മുൻവിധികളില്ലാതെ മനുഷ്യരെ കാണുന്നതാണ് എനിക്കിഷ്ടം എന്ന് പറയുമായിരുന്നു പ്രവാചക തിരുമേനി. മുൻവിധികളില്ലാതെ മനുഷ്യനെ സ്നേഹിച്ച്, ഉപാധികളില്ലാതെ മനുഷ്യനെ ചേർത്ത് പിടിച്ച്, മനുഷ്യനോട് ശത്രുത പുലർത്താതെ സമാധാനം മാത്രം പിന്നെയും പിന്നെയും പറഞ്ഞ്, സ്നേഹത്തെക്കുറിച്ച് പിന്നെയും പിന്നെയും പറഞ്ഞ് 63 വർഷം കൊണ്ട് തീർന്നുപോയൊരു മാമ്പഴക്കാലത്തിൻ്റെ പേരായിരുന്നു പ്രവാചക തിരുമേനി. പെട്ടെന്ന് തീർന്നു പോയൊരു മാമ്പഴക്കാലമാണ്. വാർദ്ധക്യം എന്നൊന്നും പറയാൻ പോലും ആയിട്ടില്ല, 63 വയസ്സല്ലേ ആയിട്ടുള്ളൂ. ദുഃഖങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോവുകയും ജീവിതത്തിൽ ദുഃഖമനുഭവിച്ച സകല മനുഷ്യനെയും നേരെ നമ്മളിങ്ങനെ തിരിച്ചു നിർത്തുകയുമാണ് ചെയ്തത്. മനുഷ്യരെയൊക്കെ ഇങ്ങനെ സഹോദരന്മാരായി കാണുകയാണ്. ഖുർആനിൻ്റെ ഒരു ആന്തരിക തത്വമാണ് എല്ലാവരും ഒരു വാപ്പൻ്റെയും ഉമ്മൻ്റെയും കുട്ടികളാണ് എന്നുള്ളത്. അതിങ്ങനെ ജീവിതം കൊണ്ട് പ്രകാശിപ്പിക്കുകയായിരുന്നു ആ വലിയ ജീവിതം.
എല്ലാവരും വാപ്പൻ്റെ ഉമ്മയും മക്കളാണ്. ആദർശങ്ങളിലും നിലപാടുകളിലും ഒക്കെ വ്യത്യാസങ്ങളുണ്ടാവും. അതിനൊക്കെ അതിൻ്റേതായ കാരണങ്ങളും സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ രണ്ടാം സ്ഥാനത്താണ്. നിങ്ങൾ ആദ്യം മനുഷ്യനെ സ്നേഹിക്കൂ. അതാണ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ. മാതാ പാർവതീ ദേവി പിതാദേവോ മഹേശ്വര ബാന്ധവ മാനവാ സർവയും സ്വദേശവും ഭുവനത്രയും എന്ന് പറഞ്ഞില്ലേ. ശിവപാർവതി ദമ്പതികളുടെ മക്കള്, ഒരേ അച്ഛൻ്റെയും അമ്മൻ്റെയും മക്കള്. എൻ്റെ വയറ്റത്തൊരു പൊക്കിളുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എനിക്കൊരു ഉമ്മയുണ്ട് എന്നാണ്. എൻ്റെ ഉമ്മാൻ്റെ വയറ്റത്തൊരു പൊക്കിളുണ്ടെന്ന് പറഞ്ഞാൽ ഉമ്മാക്ക് വേറൊരു ഉമ്മ ഉണ്ട് എന്നാണ്. ഉമ്മുമ്മാൻ്റെ വയറ്റത്തൊരു പൊക്കിളുണ്ടാവും, അതിൻ്റെ അർത്ഥം ഉമ്മുമ്മാക്ക് വേറൊരു ഉമ്മ ഉണ്ട് എന്നാണ്. ഒരു ശസ്ത്രക്രിയ കൊണ്ടും മായ്ക്കാൻ കഴിയാത്ത അടയാളമാണത്. ഒരു ഇല ഇങ്ങനെ വീണ് കിടക്കുന്നത് കാണുമ്പോൾ കണ്ടിട്ടില്ലേ, അതിൻ്റെ കൂടെ ഒരു തണ്ടുണ്ടാവും. ഇല മാത്രമല്ല ഉണ്ടാവുക, ഒരു തണ്ട് കൂടി ഉണ്ടാവും. അതെന്തിനാ? ഇത്രയും കാലം അത് മറ്റൊന്നിനെ ആശ്രയിച്ചിരിക്കുകയായിരുന്നു എന്നാണ്. ആകാശത്തുനിന്ന് വന്നതല്ല, മരത്തുനിന്ന് വന്നതാണ്. അതാണ് ആ തണ്ട്. ആ തണ്ടാണ് ഈ പൊക്കിള്. അമ്മ എന്ന സനാതനമായ ഓർമ്മയിലേക്ക് നമ്മെ നിരന്തരമായി കൂട്ടിക്കൊണ്ടുപോകുന്ന അടയാളാണത്. അമ്മ 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 എന്ന ഒരു വികാര വിസ്മയത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന അടയാളാണത്. അപ്പോൾ എനിക്കൊരു പൊക്കിളുണ്ടെന്ന് പറഞ്ഞാൽ അവസാനം ചെന്നെത്തുന്ന ഒരു ഉമ്മയിലാണല്ലോ, അല്ലേ? അവസാനം ഒരു ഉമ്മയുടെ വയറ്റത്തല്ലേ ഇത് എത്തുക? അതേ ഉമ്മയിലാണ് എൻ്റെ സുഹൃത്തായ സുരേഷിൻ്റെയും കൃഷ്ണേട്ടൻ്റെയും ജോസഫ് ഏട്ടൻ്റെയും ഒക്കെ പൊക്കിളും ചെന്ന് അവസാനിക്കുന്നത്. വേറെ ഉമ്മയില്ല. അതാണ് മിൻ ദക്കരിൻ വ ഉൻസ. ഒരേ അച്ഛനിൽ നിന്ന്, ഒരേ അമ്മയിൽ നിന്ന്, ഒരേ വാപ്പയിൽ നിന്ന്, ഒരേ ഉമ്മയിൽ നിന്നാണെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഒരു ജൂതനായ ആളുടെ മയ്യത്ത് കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ പ്രവാചക തിരുമേനി ഇങ്ങനെ എഴുന്നേറ്റ് നിന്നത്. അപ്പോൾ ആരോ ചോദിക്കുന്നുണ്ട്, അതൊരു ജൂതനല്ലേ പ്രവാചകരെ? സ്നേഹത്തിൻ്റെ ആ മഹാഗായകൻ്റെ മറുപടിയാണ് മനുഷ്യനല്ലേ. മനുഷ്യനല്ലേ എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ ഉടപ്പിറപ്പല്ലേ എന്ന്. അതാണ് മിൻ ദക്കരിൻ വ ഉൻസയാണ്. എൻ്റെ ഉടപ്പിറപ്പാണ്, നമ്മുടെ ഉടപ്പിറപ്പാണ്. എഴുന്നേറ്റ് നിൽക്കൂ, ആദരിക്കൂ. അതൊരു ജൂതനല്ലേ എന്ന് പറയുന്ന ആളുടെ പക്ഷത്തല്ല, അതൊരു മനുഷ്യനാണ് എന്ന് പറയുന്ന ആളുടെ പക്ഷത്താണ് നമ്മൾ നിൽക്കേണ്ടത്. ആധുനിക ലോകം കാത്തിരിക്കുന്നത് ആ വിമോചന നായകൻ്റെ ശബ്ദത്തിന് വേണ്ടിയിട്ടാണ്. അതൊരു മനുഷ്യനല്ലേ എന്ന് ചോദിക്കുന്ന ആളുടെ ശബ്ദത്തിന് വേണ്ടിയിട്ട്. അതൊരു മനുഷ്യനല്ലേ എന്ന്. ഒരു വലിയ ഗുരു ഉണ്ടായിരുന്നു. അദ്ദേഹം എല്ലാ ദിവസവും ക്ലാസ് കഴിഞ്ഞാൽ ഒരു ചോദ്യം ചോദിക്കും. ഒരു ദിവസം ചോദിച്ച ചോദ്യം ഇങ്ങനെയായിരുന്നു: രാത്രി അവസാനിച്ചു എന്നും പകല് തുടങ്ങി എന്നും നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലാകാറുള്ളത്? ചെറിയൊരു ചോദ്യമാണ്. അപ്പോൾ ഒരാൾ പറഞ്ഞു, സാറേ ഞങ്ങൾ പുറത്തേക്ക് നോക്കുമ്പോഴേ ഒരു മരമാണോ അതല്ല മനുഷ്യനാണോ എന്നൊക്കെ മനസ്സിലാവും. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, നേരം വെളുത്തു. ഗുരു പറഞ്ഞു ഉത്തരം തെറ്റാണ്. വേറൊരാൾ പറഞ്ഞു, മാഷേ ഞങ്ങൾ പുറത്തേക്ക് നോക്കുമ്പോഴേ കാണുന്ന മരം ഉണ്ടല്ലോ, അത് തെങ്ങാണോ കമുങ്ങാണോ എന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി നേരം വെളുത്തു, പകൽ ആരംഭിച്ചു. അപ്പോഴും ഗുരു പറഞ്ഞു ഉത്തരം തെറ്റാണടാ. പിന്നെന്താണ് ശരി ഉത്തരം? എന്താണ് ശരി ഉത്തരം എന്നുള്ള ചോദ്യത്തിന് ഗുരു ഇങ്ങനെ മെല്ലെ പറഞ്ഞു കൊടുത്ത മറുപടി ഇങ്ങനെയായിരുന്നു. അതെന്താണെന്നറിയോ? നിൻ്റെ മുന്നിലൊരു മനുഷ്യനിങ്ങനെ നിൽക്കുമ്പോഴേ അത് നിൻ്റെ സഹോദരനാണ് എന്നും, നിൻ്റെ മുന്നിലൊരു പെണ്ണ് നിൽക്കുമ്പോൾ അത് നിൻ്റെ പെങ്ങളാണ് എന്നും നിനക്ക് എപ്പോഴാണോ മനസ്സിലാകുന്നത്, എടോ അതിൻ്റെ പേരാണ് പകൽ. നിനക്കത് മനസ്സിലാകുന്നില്ലെങ്കിലേ മുകളിൽ സൂര്യനുണ്ടായിട്ടൊന്നും കാര്യമില്ല, നീ ഇരുട്ടത്താണ്, നീ ഇരുട്ടത്താണ്. കാരണം രമണ മഹർഷിയോട് ആരും ചോദിക്കുന്നുണ്ട്, അന്യരായ ആളുകളോട് ഞങ്ങൾ എങ്ങനെയാണ് പെരുമാറേണ്ടത്? മഹർഷിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു, ദർ ആർ നോ അതേഴ്സ്. ഇല്ലടോ, അന്യരൊന്നുമില്ല, അനിയന്മാരും അനിയത്തികളേ ഉള്ളൂ. അന്യർ എന്നുള്ള വാക്കിനെ ഒന്ന് വലിച്ചു നീട്ടിയല്ലേ, അത് അനിയനും അനിയത്തി എന്നൊക്കെ വായിക്കുക. അന്യനെ ഇങ്ങനെ അനിയനായി ചേർത്ത് പിടിക്കുന്നവരെയാണ് കാലം ആഗ്രഹിക്കുന്നത്. ശത്രുതയുടെ മതിലുകളെയല്ല, സൗഹൃദത്തിൻ്റെ പാലങ്ങളെയാണ് ലോകം അത്രയേറെ കൊതിയോടെ കാത്തിരിക്കുന്നത്. നാരായണഗുരു എപ്പോഴും പറയൂലേ, സോദരത്വേന വാഴുക എന്ന് പറയില്ല, അതാണത്. വലിയ മനുഷ്യന്മാർക്കൊക്കെ അങ്ങനെയാണ് പറയാനുള്ളത്. അവർ നമ്മളെ തെറ്റിക്കുന്നവരായിരുന്നില്ല, നമ്മളെ ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കുന്നവരായിരുന്നു. ചെറിയ മനുഷ്യന്മാരാണ് നമ്മളെ തെറ്റിച്ചത്.
ചെറിയ ചെറിയ മനുഷ്യരുടെ കുസൃതികളുടെ പേരിലും അവരുടെ കുതന്ത്രങ്ങളുടെ പേരിലുമാണ് നമ്മൾ തെറ്റിയത്. വലിയ മനുഷ്യന്മാരൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. വലിയ മനുഷ്യന്മാർക്ക് അതിരുകളൊന്നും ഉണ്ടായിരുന്നില്ല. അവർ സാർവലൗകികതയെക്കുറിച്ചാണ് ആലോചിച്ചത്. മദർ തെരേസയെക്കുറിച്ച് ആലോചിച്ച് നോക്കും നിങ്ങൾ. അവർ അൽബേനിയയിൽ ജനിച്ച സ്ത്രീയാണ്. എന്നിട്ട് ജീവിക്കുന്നത് എവിടെയാണ്? കൽക്കത്തയിലെ തെരുവിലെ പാവങ്ങളും കുഷ്ഠരോഗികളുമായ മനുഷ്യരുടെ കൂടെയാണ്. സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് അവരുടെ. അതിൽ ചോദിക്കുന്നുണ്ട്, മദർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? മദർ അതിന് കൊടുക്കുന്ന മറുപടി ഇങ്ങനെയാണ്: ഒന്നുമില്ല മോനെ, കുറച്ച് മനുഷ്യന്മാരുണ്ട്, അവരെന്തായാലും പെട്ടെന്ന് മരിക്കും, അസുഖമൊക്കെ ഉള്ള ആളുകളാണ്. മരിക്കുന്നതിന് മുമ്പ് അവരെ ഒന്ന് പുഞ്ചിരിക്കാൻ സഹായിക്കുക മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. അൽബേനിയ വേറൊരു ദേശമാണ്, വേറൊരു ദേശീയത ഉള്ള നാടാണ്. ആ ദേശീയതയിൽ ഉള്ള നാട്ടിലുള്ള ആളാണ്. അതും യുക്തിവാദം അടിസ്ഥാന ദർശനങ്ങളിൽ ഒന്നായി അംഗീകരിച്ച രാജ്യമാണ് അൽബേനിയ. അവിടുന്ന് രണ്ടാളുകളാണ് പുറം ലോകത്ത് അറിയപ്പെട്ടത്. ഒന്ന് ഇസ്മയിൽ ഖാലിദ് എന്ന് പറഞ്ഞിട്ടുള്ള നോവലിസ്റ്റാണ്. മറ്റൊരാളുണ്ടെങ്കിൽ അത് മദറാണ്. ആ മദർ അവിടെ അല്ല, കൽക്കത്തയിലാണ്. വലിയ വലിയ മനുഷ്യന്മാർക്ക് ഇങ്ങനെ ദേശീയതയുടെ വഴക്കങ്ങളൊന്നുമില്ല. ONVയുടെ ഒരു കവിതയിൽ കുട്ടി അച്ഛനോട് ചോദിക്കുന്നുണ്ട്, അച്ഛ ആരാണ് ഭൂപടത്തിൽ ഇങ്ങനെ കുത്തി വരച്ചത്? ഭൂപടം നിറയെ കുത്തിവരകളാണല്ലോ, ഭൂപടം നിറയെ കുത്തിവരകളല്ലേ, ആരാണ് അച്ഛ ഇങ്ങനെ കുത്തി വരച്ചത്? അപ്പോൾ കുട്ടിയോട് അച്ഛൻ പറയുന്നുണ്ട്, തീർച്ചയായും മോനെ, അത് ദൈവമല്ല എന്ന്. നമ്മളുണ്ടാക്കിയതാണത്. എന്നിട്ട് അതിൻ്റെ പേരിൽ തന്നെ നമ്മൾ വഴക്കിടുകയും ചെയ്യുന്നു എന്നതാണ് പ്രശ്നം. എന്തിൻ്റെ എല്ലാം പേരിലാണ് മനുഷ്യന്മാർ വഴക്കിടുന്നത്. അതുകൊണ്ടാണ് പാതിരാവിൽ ഇങ്ങനെ എഴുന്നേറ്റ് നിസ്കരിച്ചതിന് ശേഷം പ്രവാചക തിരുമേനി പറയുന്നൊരു വാക്കുണ്ട്, ഒറ്റയ്ക്ക് പറയുന്നതാ. എന്താണെന്നറിയോ? മനുഷ്യന്മാർ മുഴുവനും അനിയന്മാരും അനിയത്തികളുമാണ് എന്നതിന് ഞാനിതാ സാക്ഷിയാകുന്നു. മനുഷ്യന്മാർ മുഴുവനും അനിയന്മാരും അനിയത്തികളുമാണ് എന്നതിന് ഞാനിതാ സാക്ഷിയാകുന്നു. അന്നന്നാസ കുല്ലുഹും ഇഖ്വ, ഞാൻ സാക്ഷിയാണ്. എല്ലാവരും സഹോദരന്മാരും സഹോദരികളുമാണ് എന്നതിന് ഞാൻ സാക്ഷിയാണ്. സ്വാമി വിവേകാനന്ദൻ 1893 ചിക്കാഗോയിലെ സർവമത സമ്മേളനത്തിൽ പോയിട്ട് കൊളംബസ് ഹാളിലെ 4000 കണക്കിന് ആളുകളുള്ള വേദിയിൽ വെച്ചിട്ട് അതുവരെ പ്രസംഗിച്ച മുഴുവൻ ആളുകളും അവിടെ ആളുകളെ അഭിസംബോധന ചെയ്തത് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എന്നാണ്. പക്ഷേ ഇന്ത്യയിൽ നിന്ന് വന്ന സുമുഖനായ ആ ചെറുപ്പക്കാരൻ സ്വാമി, ആ കാഷായ വസ്ത്രധാരിയായ സന്യാസി, 30 വയസ്സേ ഉള്ളൂ കേട്ടോ, വെറും 30 വയസ്സ്. 39 വയസ്സായപ്പോഴേക്കും മരിച്ചുപോയ ആളാണ്. 30 വയസ്സ് മാത്രമുള്ള സുമുഖനായ ചെറുപ്പക്കാരൻ കൊളംബസ് ഹാളിലെ 4000 മനുഷ്യരുടെ നേരെ ഇങ്ങനെ തിരിഞ്ഞിട്ട് പറഞ്ഞു, ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓഫ് അമേരിക്ക. എഴുന്നേറ്റ് നിന്നിട്ട് 5 മിനിറ്റോളം നീണ്ട കയ്യടിയായിരുന്നു. ആരാ പറയുന്നത്? 1.5 നൂറ്റാണ്ടോളം കാലമായി പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ കാൽ കീഴിൽ ഞെരിഞ്ഞമർന്നുപോയ ഒരു രാജ്യത്തിൻ്റെ പ്രതിനിധി ശത്രുവായി കാണേണ്ട മനുഷ്യരുടെ നേരെ ഇങ്ങനെ തിരിഞ്ഞു നിന്നിട്ടാണ് പറഞ്ഞത്, ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓഫ് അമേരിക്ക. ശത്രുതല്ല. ആ പ്രസംഗം തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്, എൻ്റെ മനസ്സിൽ വിവരിക്കാനാവാത്ത സന്തോഷമുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എക്സ്ക്ലൂഷൻ എന്ന നിങ്ങളുടെ ഇംഗ്ലീഷ് പദത്തിന് അനുയോജ്യമായ ഒരു മലയാള അതിന് അനുയോജ്യമായ ഒരു വിവർത്തനം ഇല്ലാത്ത ഭാഷയായ സംസ്കൃതം ആണ് എൻ്റെ മാതൃഭാഷ, അതിൽ നിന്നാണ് ഞാൻ വരുന്നത് എന്ന്. എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞാൽ പുറത്താക്കലെന്നാണ്. ഞങ്ങൾക്ക് പുറത്താക്കുന്ന രീതിയില്ല. ഇത് പറഞ്ഞ ആളാണ് സ്വാമിജി. എക്സ്ക്ലൂഷൻ എന്ന ഇംഗ്ലീഷ് പദത്തിന് അനുയോജ്യമായൊരു സംസ്കൃത വാക്കില്ല, ആ സംസ്കൃതമാണ് എൻ്റെ മാതൃഭാഷ. ഞങ്ങളാരെയും പുറത്താക്കാറില്ല. അതാണ് സോദരത്വേന വാഴുക. സായിപ്പന്മാരെ സഹോദരന്മാരെ എന്ന് വിളിച്ച അതേ സ്വാമി വിവേകാനന്ദനാണ് തൃശ്ശൂരിൽ വെച്ച് കേരളത്തെ നോക്കിയിട്ട് പറഞ്ഞത് ഭ്രാന്താലയം ആണല്ലോ. മലബാറിലുള്ള മുഴുവൻ വീടുകളും ഭ്രാന്താലയമാണ് എന്നാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്. മലബാർ എന്ന് ഉദ്ദേശിച്ചത് ഒരു പ്രദേശത്തെക്കുറിച്ചല്ല കേട്ടോ, കേരളത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഒറ്റ കാരണമേ ഉള്ളൂ, ജാതി, ഉച്ചനീചത്വങ്ങൾ. മനുഷ്യനൊരു കുടുംബത്തിൽ ജനിച്ചു എന്നുള്ളതിൻ്റെ പേരിലൊക്കെ മനുഷ്യന്മാരെ ഇങ്ങനെ
ക്രൂരമായി മനുഷ്യനോട് പെരുമാറുന്നത് കണ്ടിട്ട് പറഞ്ഞതാണ്, ഇതെന്ത് ഭ്രാന്താലയമാണ്. സായിപ്പിനെ സഹോദരന്മാരെ എന്ന് വിളിച്ച മനുഷ്യന് കേരളത്തിലെത്തിയപ്പോൾ ഭ്രാന്തന്മാരെ എന്ന് വിളിക്കേണ്ടി വന്നു. അവിടെ നിന്നാണ് നമ്മളിങ്ങനെ അങ്ങോട്ട് എത്തിയത് കേട്ടോ.